നമസ്കാരം. എൻ്റെ പേര് എം അജയ്ലാൽ. പട്ടം SUT സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പി വിഭാഗം മേധാവിയായി ജോലി നോക്കുന്നു. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നെക്ക് പെയിൻ അഥവാ കഴുത്ത് വേദന എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിനും അതിൻ്റേതായ എക്സസൈസും കാര്യങ്ങളുമാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. സർവ്വസാധാരണമായി എല്ലാവരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് നെക്ക് പെയിൻ. നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് പ്രായമേറിയവർ അല്ലെങ്കിൽ കഠിനമായ ജോലികൾ ചെയ്യുന്നവർ അത്തരം ആൾക്കാരിൽ കണ്ടുവന്നിരുന്ന ഒരു ജീവിതശൈലി രോഗമായിരുന്നുവെങ്കിൽ ഇന്ന് സർവ്വസാധാരണമായി നമ്മൾ നോക്കിയാൽ ഒരു 20 മുതൽ 25 വയസ്സിനകത്തുള്ള IT പ്രൊഫഷണൽസ് മുതൽ മറ്റ് ജോലികൾ ചെയ്യുന്ന വളരെ യങ്ങായിട്ടുള്ള ആൾക്കാരിലാണ് ഇന്ന് രോഗം കൂടുതലായി കണ്ടുവരുന്നത്. അത് പ്രധാനമായും നമ്മുടെ ജീവിത രീതികളിലുള്ള മാറ്റങ്ങൾ ഒക്കെയാണ്. പ്രധാനമായും നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നത്, അതുപോലെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു നെക്ക് പൊസിഷൻസ് യൂസ് ചെയ്യാതെ നമ്മൾ ചിലപ്പോൾ അലക്ഷ്യമായി കട്ടിലിൽ കിടന്നുകൊണ്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സോഫയിൽ കിടന്നിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായും കഴുത്ത് വേദനയ്ക്കുള്ള കാരണങ്ങൾ. പണ്ട് കാലങ്ങളിൽ നമ്മൾ എല്ലാ കഴുത്ത് വേദനയും നമ്മൾ ഡിസ്ക് റിലേറ്റഡ് ഒരു ഇഷ്യൂ എന്നുള്ള രീതിയിൽ കണ്ടിരുന്നെങ്കിൽ ഇന്ന് അത് തെറ്റായ ഒരു ധാരണയാണ്. അത് പലരും പറയും എനിക്ക് കഴുത്തിന് ഡിസ്കിന് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് വേദന. പക്ഷേ അത് നമ്മൾ ഒരു കൃത്യമായ ഒരു ഡയഗ്നോസിസ് ആവശ്യമായ കാര്യമാണ്. എല്ലാ കഴുത്ത് വേദനയും ഡിസ്ക് റിലേറ്റഡ് ആവണമെന്നില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴുത്തിൻ്റെ പേശികളുടെ ബലം നമ്മൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പേശികളുടെ ബലക്കുറവ് കാരണമാണ് പ്രധാനമായും ആദ്യമായ ഒരു രോഗിക്ക് അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതിൽ നിന്നായിരിക്കാം നമുക്ക് ക്രമേണ നമ്മുടെ ഡിസ്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നവരുണ്ട്. എല്ലാവർക്കും ഇത് തന്നെ ആവണമെന്നില്ല. സർവൈക്കൽ പ്രൊലാപ്സോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരുണ്ടാകാം. പക്ഷേ നമ്മൾ ആദ്യം റൂൾ ചെയ്യേണ്ടത് അത് ഒരു മസിലിൻ്റെ ബലക്കുറവ് കൊണ്ടാണോ എന്നുള്ള സർവൈക്കൽ നമ്മൾ കഴുത്തിന് ചുറ്റുമുള്ള മസിൽസിൻ്റെ പേശികൾ ബലക്കുറവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അസസ് ചെയ്ത് അതിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്തിട്ടും നമ്മുടെ പെയിൻ മാറുന്നില്ലെങ്കിൽ നമ്മൾ ഒരു ഓർത്തോപെഡിഷനെ കണ്ട് നമ്മൾ ആ ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നമ്മൾ ഡിസ്ക് റിലേറ്റഡ് ഇഷ്യൂസ് ആണോ എന്നുള്ളത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ആദ്യമായി നമുക്ക് കൂടുതൽ നേരം നമ്മൾ മൊബൈൽ കുനിഞ്ഞിരുന്ന് ഇങ്ങനെ കഴുത്ത് കുനിഞ്ഞിരുന്ന് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് തീർച്ചയായും അവോയ്ഡ് ചെയ്യുക. നമ്മൾ കഴുത്ത് മുന്നോട്ട് കുനിയും തോറും നമ്മുടെ പേശികൾ അത്രത്തോളം സ്ട്രെയിൻ വരുന്നത് കാരണം നമ്മുടെ ആ കഴുത്തിൻ്റെ 2 വശങ്ങളിലും തോളും ബാക്കിലേക്കും നമുക്ക് ആ പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലാപ്ടോപ്പ് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് അതിൻ്റെ സ്ക്രീനുമായി കറക്റ്റ് ഹൈറ്റിൽ വരത്തക്ക രീതിയിൽ ഉള്ള ടേബിൾ അഡ്ജസ്റ്റ് ചെയ്യുക. ചെയറും അതുപോലെ എർഗണോമിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള ചെയർ യൂസ് ചെയ്യേണ്ടതും അനിവാര്യമായ ഒരു കാര്യമാണ്. ചെയർ നമ്മുടെ കഴുത്തിനും താഴെയാണ് സപ്പോർട്ട് ചെയ്യുന്ന ചെയർ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നേരം നമ്മൾ ഇരുന്ന് യൂസ് ചെയ്യുമ്പോഴും ഹൈറ്റും കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കഴുത്തുവേദനയ്ക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് കൂടുതൽ നേരം കഴുത്ത് ചരിച്ചു വെച്ച് നമ്മൾ മൊബൈൽ കൂടുതൽ ചെവിയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തൊക്കെ ചിലർ ഇരുന്ന് സംസാരിക്കും കൈ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം ആൾക്കാരിൽ നമുക്ക് റൈനക്ക് അങ്ങനെ ടോർട്ടിക്കോളിസ് നമ്മുടെ ഒരു സൈഡിലെ മസിലിൻ്റെ വീക്ക്നെസ് ടൈറ്റായിട്ട് നമുക്ക് കൂടുതൽ നേരം ഒരേ ആംഗിളിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ആ മസിൽ ടൈറ്റായിട്ട് ക്രമേണ അത് റൈനക്ക് എന്ന ഒരു ഡെഫോമിറ്റിയിലേക്ക് പോകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് 1-2 എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യാവുന്നത് കഴുത്തിൻ്റെ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത് നമുക്ക് കൈ കൊണ്ട് നമ്മുടെ നെറ്റിയിൽ കൈ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പുഷ് ചെയ്യാൻ നോക്കുക. കഴുത്ത് മുന്നോട്ട് വരരുത്, പക്ഷേ നമ്മുടെ കൈ കൊണ്ട് ബാക്കിലേക്കും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ സൈഡുകളിൽ 2 വശങ്ങളിലും നമുക്ക് ഇതേപോലെ തന്നെ മുന്നിൽ ചെയ്ത പോലെ സൈഡിലേക്ക് പുഷ് ചെയ്യുക, കൈ കൊണ്ട് തിരിച്ചും പുഷ് ചെയ്യുക. ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ഇതേപോലെ തന്നെ പുഷ് ചെയ്യുക, തിരിച്ചും പുഷ് ചെയ്യുക. ബാക്കും നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക, പക്ഷേ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ മുന്നോട്ട് പിടിക്കാൻ നോക്കുക. താടിയിൽ ഇതേപോലെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് താഴോട്ട് പുഷ് ചെയ്യാൻ നോക്കുക. തല താഴോട്ട് വരുമ്പോഴത്തേക്ക് കൈ കൊണ്ട് തിരിച്ചും പുഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം വ്യായാമങ്ങൾ ചെയ്യുന്നതിലോടുകൂടി നമുക്ക് കഴുത്ത് വേദന ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ മറ്റ് ജീവിതശൈലി ഇത് നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം ചെറിയ വേദനകൾ നമുക്ക് മാറ്റി നമുക്ക് ഗുരുതരമായ രോഗങ്ങളിലേക്ക് എത്താതെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. നന്ദി, നമസ്കാരം.